നമസ്കാരം. ഇന്റർവ്യൂ റൂമിൽ എന്നോടൊപ്പം ശ്രീ വി ഗോപാലകൃഷ്ണൻ IPS AIG റിട്ടയർഡ്. സ്വാഗതം സർ. വന്ദേ മാതരം. സർ, നമ്മളിപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ് ചൈനയുടെ അസാന്നിധ്യം. അതായത് ഒരിക്കലും വിട്ടുപോകാത്തവരാണ്, അവർ സജീവമാവുന്നവരാണ്. ഇത്തവണ ഷി ജിൻപിങ്ങിനെ അവിടെ കാണാനില്ല. പലതരത്തിലുള്ള ആരോപണമുണ്ട്. അസുഖബാധിതനാണ്, അതല്ലെങ്കിൽ അവിടുത്തെ വലിയ രീതിയിൽ അവിടെ നിന്ന് ഒരു ഭരണമാറ്റം വരുന്നു, അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത് കാരണം വരുന്നത്. 2 ആഴ്ചയായിട്ട് ഷി ജിൻപിങ്ങിനെ ഔദ്യോഗിക പരിപാടികളൊന്നും കാണാനില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഷി ജിൻപിങ്ങിന് പറ്റിയത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ സംശയങ്ങളെല്ലാം തന്നെ നിഴലിച്ച് നിൽക്കുകയാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഈ ബ്രിക്സ് തുടക്കം മുതൽ തന്നെ റഷ്യയും ചൈനയും ആണ് അത് സ്പോൺസർ ചെയ്തത്. അപ്പോൾ ഇതുവരെ നടന്ന എല്ലാ മീറ്റിങ്ങിലും ഷി ജിൻപിങ്ങും നമ്മുടെ പ്യൂട്ടിനും പങ്കെടുത്തിരുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ രണ്ടുപേരും പങ്കെടുത്ത് അവർ രണ്ടുപേരുമാണ് ലീഡിങ്. ഈ ഇന്ത്യ ഒരു തേർഡായിട്ട് നിൽക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ മീറ്റിങ്ങിൽ നമ്മൾ നമ്പർ 1 ആയി. കാര്യം ഷി ജിൻപിങ്ങും പ്യൂട്ടിനും ഒന്നും ഇല്ലാതെ പോയി. അപ്പോൾ പ്യൂട്ടിൻ വരാത്തതിന് കാരണമുണ്ട്. അതായത് അദ്ദേഹത്തിനെതിരായിട്ട് ഇൻ്റർനാഷണൽ ട്രിബ്യൂണലിൻ്റെ ഒരു അറസ്റ്റ് വാറൻ്റ് ഉണ്ട്. ഉക്രൈൻ ചിൽഡ്രനെ അദ്ദേഹം സ്മഗിൾ ചെയ്തെന്നോ, ഉക്രൈനായിട്ട് വാർ വന്നപ്പോൾ അത് കൺകക്ട് ചെയ്തതാണ്. UK എല്ലാം കൂടെ, അന്നത്തെ USA ഡീപ്പ് സ്റ്റേറ്റ് എല്ലാം കൂടെ കൺകക്ട് ചെയ്ത ഇതാണ്. അങ്ങനെ അറസ്റ്റ് വാറൻ്റ് ഉണ്ട്. അദ്ദേഹത്തിനെ ഇപ്പോൾ വെളിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് അനുസരിക്കില്ല, ഇവിടെ പ്യൂട്ടിന് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രസീൽ ഇന്ത്യയും റഷ്യയായിട്ടൊക്കെ സൗഹാർദ്ദത്തിലാണെങ്കിലും ചിലപ്പം പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, പിന്നെ അല്ലെങ്കിൽ ഒരു തേർഡ് വേൾഡ് വാർ അല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ പ്യൂട്ടിൻ വന്നില്ല. പക്ഷേ അദ്ദേഹം ഇതിൽ കൂടെ നെറ്റിൽ കൂടെ സംസാരിച്ചു, അഡ്രസ്സ് ചെയ്തിരുന്നു. പക്ഷേ ഷി ജിൻപിങ് വരാത്ത കാര്യം, അദ്ദേഹം വരേണ്ടതാണ്, പറന്ന് വരേണ്ടതായിരുന്നു. പ്യൂട്ടിൻ ഷി ജിൻപിങ്ങിനെ ഐ ബാഡ്ലി നീഡഡ് ടു ടേക്ക് പാർട്ട് എന്നുള്ള ഒരു സ്റ്റാൻഡായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ പ്രിൻസ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് ചൈനയിൽ. അത് മിലിറ്ററി ജനറൽ ഷി ജിൻപിങ്ങിൻ്റെ എതിരാളികളാണ്. മിലിറ്ററി ജനറൽസ്, പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ്, ഇതെല്ലാം കൂടെ ചേരുന്ന ആ ഗ്രൂപ്പിനാണ് പ്രിൻസ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ തമ്മിൽ ഒരുപാട് വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷി ജിൻപിങ് കഴിഞ്ഞ 3 വർഷത്തിനകത്ത് 100ഓളം പ്രധാനപ്പെട്ട മിലിറ്ററി ഓഫീസേഴ്സും പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ്, ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള പൊളിറ്റിക്കൽ CCPയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, അതിലെ പ്രധാനപ്പെട്ട ആളുകൾ, അങ്ങനെ 100 പേര് വാനിഷ് ചെയ്തു, ഡിസപ്പിയർ ചെയ്തു. അപ്പോൾ ഷി ജിൻപിങ്ങാണ് അതിൻ്റെ പുറകിൽ. അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഡിസിഡൻസ് ആണെന്ന് സംശയിച്ചാണ്. അതിനകത്ത് 20 ടോപ്പ് ജനറൽസ് ഉണ്ട്, മിലിറ്ററി ജനറൽസ് ടോപ്പ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിനെതിരായിട്ട് നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ചൈനീസ് നെയിംസൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് അവിടുത്തെ ടോപ്പ് ജനറലായിരുന്നു. അദ്ദേഹത്തെ കാണാനില്ല. അപ്പം ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ പ്രിൻസ്ലിംഗ് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പ് ഷി ജിൻപിങ്ങിനെതിരായിട്ട് നിൽക്കുന്നത്. അവർ പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ബ്രിക്സിൽ വരാത്തതിൻ്റെ കാര്യം, അവർ ടോപ്പിൽ നിൽക്കുകയാണ്. ഈ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഡിസിഡൻറ്റ് ഗ്രൂപ്പ്, അവർക്കാണ് വിജയം. നേരെ മറിച്ച് അവർക്ക് പവർ ഇത്തിരി കുറഞ്ഞിരുന്നെങ്കിൽ ഷി ജിൻപിങ് ഡെഫിനറ്റായിട്ട് ഈ ബ്രിക്സ് അറ്റൻഡ് ചെയ്തേനെ. അപ്പോൾ ഇപ്പം ബ്രിക്സിൽ ഇന്ത്യ ആയിരുന്നു ടോപ്പിൽ വന്നത്, ചൈനയില്ല, റഷ്യയില്ല. അപ്പോൾ അദ്ദേഹത്തിനുള്ള പ്രശ്നം, ഷി ജിൻപിങ്ങിനുള്ള പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ 2 ആയിട്ടുള്ള ഒരു ജനറലുണ്ട്, ചൈനീസ് മിലിറ്ററി ജനറൽ.
ആർമി, അദ്ദേഹം ഒക്കെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇദ്ദേഹം വെളിയിൽ പോയാൽ, ഷീ ജിൻപിങ്ങിന് അറിയാം, വെളിയിൽ പോയാൽ ചിലപ്പോൾ വെളിയിൽ വെച്ച് ചിലപ്പോൾ അദ്ദേഹത്തെ തട്ടിക്കളയാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ വെളിയിലുള്ളവർക്കും താല്പര്യമുണ്ടല്ലോ, വെളിയിലെ പല രാജ്യങ്ങൾക്കും താല്പര്യമുണ്ടല്ലോ. ഈ ചൈന അപ്പോൾ ഈ ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്യും, ഈ ഗ്രൂപ്പ് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യും. തിരിച്ച് അദ്ദേഹത്തിന് കയറാൻ നിവർത്തിയില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു 10 ദിവസം മുമ്പ് ഷീ ജിൻപിങ് എന്ന് പറഞ്ഞാൽ അത്ര ഗുരുതരമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. ഇതൊന്നും നമുക്ക് കിട്ടില്ല. ചൈനയിൽ നിന്ന് ഒരു ന്യൂസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും ട്രിക്കിൾ ഔട്ട് ചെയ്ത് ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ പ്രിൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ന്യൂസുകൾ വെളിയിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ച് അങ്ങനെ ആ ഗ്രൂപ്പ് ലീക്ക് ചെയ്തതാണ്. കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഈ പറഞ്ഞ മിലിറ്ററി ജനറലും കൂടെ ഈ കസാക്കിസ്ഥാൻ്റെ ബോർഡർ സിങ്യാങ് അതിൻ്റെ ബോർഡറുണ്ട് കസാക്കിസ്ഥാനുമായിട്ട്. കസാക്കിസ്ഥാൻ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കാണല്ലോ. അപ്പോൾ കസാക്കിസ്ഥാൻ്റെ ബോർഡർ വഴി കാറിൽ പോയി കസാക്കിസ്ഥാനിൽ അഭയം പ്രാപിക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കസാക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ അൽമാട്ടിയിൽ പോയി രക്ഷപ്പെടുക, അഭയം പ്രാപിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഉദ്ദേശം. അപ്പോൾ എന്താണ് ഈ കസാക്കിസ്ഥാൻ എന്തുകൊണ്ട് റഷ്യയിൽ പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യയിൽ പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അത് മാത്രമല്ല, പ്യൂട്ടിനും ഒരുപാട് ആലോചിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്യൂട്ടിനൊരു എംബാരസിങ് സിറ്റുവേഷൻ ആയിരിക്കും. ആസാദിനെ, സിറിയയിലുണ്ടായിരുന്ന ആസാദിനെ ഷെൽട്ടർ ചെയ്തതുപോലെ അല്ല ഇദ്ദേഹം വന്നാൽ പിന്നെ അടുത്ത് വരുന്ന ചൈനീസ് റൂളേഴ്സുമായിട്ട് പിന്നെ റഷ്യയ്ക്ക് സ്ട്രെയിൻ റിലേഷൻസ് വരേണ്ടി വരും. അപ്പോൾ റഷ്യയ്ക്കും ചൈനയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ആവശ്യമാണ്, അവർ തമ്മിലുള്ള സഹായം. അപ്പോൾ ആ റിലേഷനിൽ ഇദ്ദേഹത്തെ അങ്ങ് വിട്ടുകിട്ടണമെന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ പേരെ തട്ടിക്കളഞ്ഞു എന്നുള്ളതാണ് അലിഗേഷൻ. അപ്പോൾ വിചാരണ അത്, അപ്പോൾ പ്യൂട്ടിൻ കൊടുക്കാനും പറ്റില്ല, കൊടുക്കാതിരിക്കാനും പറ്റില്ല, അങ്ങനത്തെ അപ്പോൾ അതുകൊണ്ട് ഇവരും ആലോചിച്ചിട്ട് കസാക്കിസ്ഥാനിൽ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കസാക്കിസ്ഥാനിലാണ് ഈ ചൈന ഏറ്റവും കൂടുതൽ ഈ ഡോളർ പമ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യം. അവരുടെ ഈ ബെൽറ്റിൻ റോഡ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കസാക്കിസ്ഥാനിലാണ്. ഈ ചൈനയുടെ ഈ ഐഡിയ ബെൽറ്റിൻ റോഡ് യൂറോപ്പിലൊക്കെ പോയല്ലോ, ഇപ്പോൾ അത് പൊളിഞ്ഞു പോയി. അത് പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് കസാക്കിസ്ഥാനിൽ. കസാക്കിസ്ഥാൻ ഒരുപാട് പൈസ കൊടുത്തു. മാത്രമല്ല, ഇപ്പോൾ കസാക്കിസ്ഥാനിലിരിക്കുന്ന പ്രസിഡൻറ്റ് അദ്ദേഹം ഷീ ജിൻപിങ്ങുമായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. മാത്രമല്ല, ഷീ ജിൻപിങ്ങിൻ്റെ അനിയൻ ബ്രദർ അവിടെ കസാക്കിസ്ഥാനിൽ, ഇവരെല്ലാം വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. ചൈനയാണല്ലോ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ലീഡർ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ സംഗതികളൊക്കെ നടക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ബ്രദർ കസാക്കിസ്ഥാനിൽ ഭയങ്കര ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് തേങ്ങ വെട്ടിയ കാശ് കൊണ്ടല്ലല്ലോ, ചൈനയിൽ നിന്ന് കടത്തിയ കാശ്. ഷീ ജിൻപിങ്ങിൻ്റെ ഭാര്യ ഇവരെല്ലാം കൂടെ ചേർന്ന്, ഈ ഷീ ജിൻപിങ്ങിൻ്റെ ഭാര്യയ്ക്കുള്ള സ്വാധീനം എന്ന് പറഞ്ഞാൽ ഈ മാവോ സേത്തും ആയിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു ഈ ഷീ ജിൻപിങ്ങിൻ്റെ വൈഫ്. ഈ ഷീ ജിൻപിങ്ങിൻ്റെ വൈഫിൻ്റെ വീട്ടുകാരുമായിട്ട് മാവോ സേത്തും ഭയങ്കര അടുപ്പമായിരുന്നു. അപ്പോൾ മാവോ സേത്തും അങ്ങനെ സ്ഥിരമായിട്ട് അവിടെ വരികയും അങ്ങനെയാണ് ഈ ഷീ ജിൻപിങ് ഇവരെ കല്യാണം കഴിക്കാനുള്ള സാഹചര്യം വരുന്നതൊക്കെ. അപ്പോൾ ഈ ഇവരൊക്കെ ഉണ്ടാക്കിയ കാശായിരിക്കും ഇപ്പം ഈ CCPയിലുള്ള പല പാർട്ടി മെമ്പേഴ്സും ഭയങ്കര കറപ്റ്റാണെന്നാണ്, ഇൻക്ലൂഡിങ് ആർമി ജനറൽസും മിലിറ്ററി ഡിഫൻസ് ഫോഴ്സസിലെ ഓഫീസേഴ്സൊക്കെ ഭയങ്കര കറപ്റ്റാണ്. ഒരുപാട് പൈസ വെളിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെന്ന് ഒരുപാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ബ്രദർ അവിടെയുണ്ട്, പിന്നെ ഇപ്പോഴത്തെ കസാക്കിസ്ഥാൻ്റെ പ്രസിഡൻ്റ് അവിടെയുണ്ട്. അപ്പോൾ കസാക്കിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ സേഫാണ് റഷ്യക്കാണ്. വേറെ ഒരിടത്തും പോകാൻ പറ്റില്ല.
ഷീ ജിൻപിങ്ങിന് താല്പര്യമില്ല. കസാക്കിസ്ഥാൻ ആകുമ്പോൾ ചൈനയിൽ നിന്ന് വലിയ ദൂരവും ഇല്ല. അഥവാ ഇവന്മാരെ വല്ലതും ടോപ്പിൾ ചെയ്താൽ പെട്ടെന്ന് വന്ന് കയറാനും ഷീ ജിൻപിങ്ങിന് പറ്റും. ചൈനയിലോട്ട് റോഡ് മാർഗം വരാം. അങ്ങനെ ഈ ഷീ ജിൻപിങ്ങിൻ്റെ വൈഫും മറ്റേ ജനറലും, അപ്പോൾ ഇവരൊക്കെ പോകുമ്പോൾ ഭയങ്കര എസ്കോർട്ടും അതും ഇതുമൊക്കെ ഉണ്ട്. ഷീ ജിൻപിങ്ങിൻ്റെ വൈഫല്ലേ, അതുകൊണ്ട് ജനറലിൻ്റെ എസ്കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ 3-4 പ്രാവശ്യം കസാക്കിസ്ഥാൻ്റെ ബോർഡറിൻ്റെ അവിടെ ഒരു ഫാക്ടറി ഇൻസ്പെക്ഷൻ, അത് സിങ്യാങ് പ്രോവിൻസിലൊരു ഫാക്ടറി ഇൻസ്പെക്ഷൻ, അത് ആർമിയുടെ കീഴിലുള്ളതാണ്. ഫാക്ടറി ഇൻസ്പെക്ഷൻ നടത്തുന്ന ഒരു വ്യാജേന കഴിഞ്ഞ 1 മാസത്തിനകത്ത് 2-3 പ്രാവശ്യം അവിടെ വിസിറ്റ് ചെയ്തു. ഈവൻ അവരവിടെയും പോയി, മറ്റേ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ, കസാക്കിസ്ഥാൻ്റെ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഒക്കെ. അപ്പം മറ്റേ മിലിറ്ററി ജനറലുണ്ട്. എന്നിട്ട് മാത്രമല്ല, മിലിറ്ററി ജനറൽ വണ്ടി വന്നിട്ട് ഇവർ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് വണ്ടി ബാക്കിയുള്ള എസ്കോർട്ട് വണ്ടികളൊക്കെ പറയാൻ വന്നാൽ മതി, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഈ ഷീ ജിൻപിങ്ങിൻ്റെ വൈഫും ഈ മിലിറ്ററി ജനറൽ വണ്ടി ഓടിച്ചു. എന്നിട്ട് വേറെ ഇതെല്ലാം ജാം ചെയ്തു. അവർക്കറിയാം ചിലപ്പം MSS ഒക്കെ അവരുടെ എസ്പിയനേജ്, അപ്പോൾ അതെല്ലാം ജാം ചെയ്ത്, അപ്പോൾ ഈ മിലിറ്ററി ജനറൽ ഇതൊക്കെ അറിയാം. ജാം ചെയ്ത് ഇവർ രണ്ടുപേരും മാത്രം ഏകദേശം 1 മണിക്കൂറോളം വണ്ടി ഓടിച്ചു പോയി. എസ്കോർട്ട് വണ്ടികളൊക്കെ ബാക്കിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ കൊണ്ട് നിർത്തിയിട്ട് അങ്ങേരെ വണ്ടി കയറിപ്പോയി. അപ്പോൾ മറ്റേ മാഡം ഷീ ജിൻപിങ് വേറെ വണ്ടി കയറിപ്പോയി. അപ്പോൾ കഷ്ടകാലത്തിന് പക്ഷേ ഈ കസാക്കിസ്ഥാൻ ഇവർക്ക് അനുകൂലമായ ഒരു സ്ഥലമാണ് പോകാൻ, രക്ഷപ്പെടാൻ. പക്ഷേ ഈ കസാക്കിസ്ഥാൻ്റെ അവിടെ കൺട്രോൾ ചെയ്യുന്ന ആർമിയും ചെക്ക് പോസ്റ്റുകൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഡിസിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആളുകളാണ്. എല്ലാവർക്കും മാറ്റാൻ പറ്റിയില്ല. ആക്ച്വലി അവർ ഷീ ജിൻപിങ്ങിൻ്റെ കൂടെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ജനറൽ നോക്കിയപ്പോൾ ഇത് കാലാവസ്ഥ വളരെ മോശമാകും, അതുകൊണ്ട് ഈ ഡിസിഡൻറ്റ് ഗ്രൂപ്പിനോട് ചേർന്ന് അയാളുടെ ആ മിലിറ്ററി ജനറലിൻ്റെ കീഴിലാണ് ഈ കസാക്കിസ്ഥാൻ ചെക്ക് പോസ്റ്റും മറ്റേ ബോർഡർ ഇതുമൊക്കെ. അപ്പോൾ അവരിത് റിപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ ഇവരുടെ ഈ വിസിറ്റും അത് ഇതൊക്കെ മുകളിലോട്ട് അവർക്കറിയാവുന്ന ഡീറ്റെയിൽസ്, ഈ കാറിൽ കയറി ഒറ്റയ്ക്ക് പോയതും എല്ലാം മുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അതിനെ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത്. വെദർ ആക്ച്വലി അവർ പോയോ ഇൻ്റർസെപ്റ്റ് ചെയ്തോ അതോ അതിന് മുന്നേ അത് ബ്ലോക്ക് ചെയ്തോ, എനിവേ ബ്ലോക്ക്ഡ്. അങ്ങനെ അദ്ദേഹം ഒരു വളരെ പ്രിക്കാരിയസ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് ഈ ഷീ ജിൻപിങ്. അപ്പോൾ ഷീ ജിൻപിങ്ങും വൈഫും മറ്റേ ജനറലും പിന്നെ അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സും എല്ലാം കൂടെയാണ് എയർക്രാഫ്റ്റിലോ അല്ലെങ്കിൽ ഇതിൽ കയറി കസാക്കിസ്ഥാനിൽ പോകാൻ അവർ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് ഫെയിലായി. അപ്പോൾ ബ്രിക്സിന് സമ്മേളനത്തിന് മുമ്പേ ഇത് പ്ലാൻ ചെയ്തിരുന്നു. അപ്പം അതാണ് അദ്ദേഹം മെയിൻ പോകാത്ത കാര്യം, ഈ എസ്കേപ്പ് റൂട്ടായിരുന്നു. പിന്നെ കാലാവസ്ഥ വളരെ മോശമാണ്, അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പം ഇത് ഫെയിലായത് ഒരാഴ്ചയ്ക്ക് മുമ്പാണ്. അപ്പം അടുത്ത നടപടി എന്താണ് ഷീ ജിൻപിങ്ങിന് സംഭവിച്ചതെന്ന് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. വി ക്യാൻ ഓൺലി കീപ് സ്പെക്കുലേറ്റിംഗ്. ഞാൻ ന്യൂസ് വരുന്നില്ല വെളിയിലോട്ട്. ഇത് തന്നെ കഷ്ടപ്പെട്ട് വെളി വന്ന ന്യൂസിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ ഓസ്ട്രേലിയയിലും US ഒക്കെ ചൈനീസ് ഉണ്ട്. അവർക്ക് ഈ ന്യൂസ് കിട്ടി. അങ്ങനെയാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ ഇത് അറിയുന്നത്. അവരെ വെളിയിൽ വന്ന് സംസാരിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിക്കുന്നത്. ഇപ്പോൾ CI മറ്റേ അവരൊക്കെ അന്വേഷിച്ചത് അങ്ങനെ ഒരു ചാൻസ് ഇല്ല. അതായത് 13 വർഷത്തോളമായിട്ട് ഇപ്പം ഒരു ഏകാധിപതിയെ പോലെ ഭരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ശക്തി കുറയുന്നു. ഇപ്പോൾ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധികളുള്ള ഉൾപ്പെടെ ചൈനയെ ബാധിക്കുന്നു. മൊത്തത്തിൽ ചിത്രത്തിൽ നിന്ന് ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് ഷീ ജിൻപിങ് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കുന്നു എന്ന രീതിയിൽ. അല്ലെങ്കിൽ ഷീ ജിൻപിങ്ങിനെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു വലിയൊരു ലോബി കൂടി അവിടെ ഉണ്ടോ എന്നൊരു സംശയം കൂടി വരുന്നുണ്ട്. അല്ല, ഈ ലോബിയുണ്ട്. അത് ഈ ഷീ ജിൻപിങ്ങിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അത് സംഭവിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ ഷീ ജിൻപിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പോളിറ്റ് ബ്യൂറോ ഇവരൊക്കെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ചൈനയുടെ പോപ്പുലേഷൻ 1.41 ബില്യൺ
കവിഞ്ഞു ഇന്ത്യ എന്നൊക്കെയാണല്ലോ ഇത്. പക്ഷേ ഒരു വലിയ സ്റ്റഡി നടത്തിയ പ്രകാരം, സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഏജൻസീസും അതിനകത്തുണ്ട് സ്റ്റഡി നടത്തിയതിൽ. ഇന്ത്യൻ ഏജൻസീസ്, അമേരിക്കൻസ്, റഷ്യൻ നിന്നാണ് ഈ വിവരം കൂടുതൽ വന്നത്. ഇവരെല്ലാം സ്റ്റഡി നടത്തിയതിൽ ഈ കംപ്ലീറ്റ് ഈ ചൈന അല്ലെങ്കിലും ഒരുപാട് കള്ളം പറയുന്ന ഒരു രാജ്യമാണ്. നോട്ട് ചൈനീസ്, ഐ വിൽ നെവർ സേ ചൈനീസ് കുഴപ്പമാണ്. അവർ നല്ല മനുഷ്യരാണ് ചൈനീസ് എന്ന് പറയുന്നത്. ഇവരുടെ പാർട്ടി CCP, അതിൽ ഈ ഗ്രൂപ്പ്, ഈ ഷീ ജിൻപിങ്ങിൻ്റെ ഗ്രൂപ്പാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോയത്. ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ, പാകിസ്ഥാനെ അനുകൂലിക്കുന്ന മറിച്ച് ഇതെല്ലാം ഇയാളുടെ കയ്യിലാണ്, ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. അപ്പം ഈ ഡിസിഡൻറ്റ് ഗ്രൂപ്പ് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സുഹൃത്തുക്കളെയും കൂടെയുള്ള സഹാക്കന്മാരെയൊക്കെ ഇങ്ങനെ കൊന്നുകളഞ്ഞ എന്താ ചെയ്യും? 1 or 2 പേരല്ല, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരുപാട് പേര് തട്ടിക്കളഞ്ഞു. അതാണ് പറഞ്ഞാൽ 100, ഏകദേശം 100. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഞാൻ മിസ്സായി. ഈ പോപ്പുലേഷൻ ഇന്ത്യ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നമുക്ക് ഡെമോക്രാറ്റിക് സെറ്റപ്പ് ആയതുകൊണ്ട് ഇത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്കിപ്പോൾ ഈ ഞാൻ പറയാൻ പോകുന്ന ചൈന ചെയ്ത പ്രവൃത്തി നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് ഫീസിബിൾ ഫോർ ഇന്ത്യ. ചൈനയ്ക്ക് പറ്റും. അതായത് ചൈന ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പുലേഷൻ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഈ സ്റ്റഡി പ്രകാരം ഇന്ത്യയുണ്ട്, റഷ്യയുണ്ട്, അമേരിക്ക, ഇവരെല്ലാം കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നടത്തിയാണ്, ജോയിൻ്റ് ആയിട്ടൊന്നുമല്ല നടത്തിയതിൽ. ഇവർ പറയുന്ന കണക്കും പോപ്പുലേഷൻ്റെ കണക്കും അവിടുത്തെ ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, പിന്നെ എത്ര കല്യാണം നടക്കുന്നു, ഈവൻ കോൺട്രസെപ്റ്റീവിൻ്റെ സെയിൽസ് വരെ ഈ ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പ് എടുത്തപ്പം ഇതെല്ലാം പ്ലമേറ്റ് ചെയ്യുകയാണ്, അത് താഴോട്ട് പോവുകയാണ്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടുമ്പം ഒരിക്കലും ഇപ്പോഴത്തെ ചൈനയുടെ പോപ്പുലേഷൻ 1 ബില്യൺ കഷ്ടിച്ചുള്ളതെന്നാണ് ലേറ്റസ്റ്റ് പറയുന്നത്. ഇത് ഇവർ ഈ ലോകത്തെ പേടിപ്പിക്കാനും അതിനും ഇതിനുമൊക്കെ ഇവരിങ്ങനെ കൂട്ടി പറഞ്ഞാണ് ബിലോ ഈ 3 പേരുടെ ആരുടെ റിപ്പോർട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ പറഞ്ഞിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ 0.8 ബില്യണേ ഉള്ളതെന്നാണ് പറയുന്നത്. നോട്ട് ഈവൻ 1 ബില്യൺ, അത്ര പോപ്പുലേഷനേ ഉള്ളൂ. പിന്നെ ഇവർ കള്ളമാണല്ലോ പാകിസ്ഥാനും ചൈനയും. ഈ കള്ളം മെനയാനും പ്രചരിപ്പിക്കാനും അവർ കഴിഞ്ഞിട്ട് ലോകത്ത് ഇനി വേറെ ഏത് രാജ്യമുള്ളൂ. അതൊന്ന്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ശരത്ത് ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഈ ചൈനയായിട്ട് ഇപ്പോൾ വലിയ ഉടക്കിൽ നിൽക്കുകയാണ്. നോട്ട് ചൈന, എപ്പോഴും ചൈന എന്ന് പറയുന്നത് ശരിയല്ല. ചൈനീസ് ജനതയല്ല, ദിസ് CCP, ഷീ ജിൻപിങ്ങിൻ്റെ കൂടെയുള്ളവർ. ഈ ഷീ ജിൻപിങ്ങിൻ്റെ കൂടെയുള്ളവർ ആയിട്ട് നമ്മൾ ഉടക്കാണ്. നമുക്ക് ഉള്ള സകല പാരയും ഇപ്പം പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ലേറ്റസ്റ്റ് പറഞ്ഞ പോലെ ഞങ്ങൾ ഇൻ്റലിജൻസ് ഷെയറിങ്, നമുക്കറിയാമായിരുന്നത് നേരത്തെ ഇൻ്റലിജൻസ് ഷെയറിങ്. ഈ DGMO ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ വെടിനിർത്തനെ ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ അവർ നമ്മുടെ ഇന്ത്യയുടെ ചില പൊസിഷൻസ് ഒന്ന് മാറ്റാൻ പറഞ്ഞിരുന്നു. അത് അത്ര അങ്ങോട്ട് വെക്കണോ, സ്വപ്പം ഒന്ന് വിഡ്രോ ചെയ്തു. അപ്പോൾ ഇന്ത്യൻസ് അന്തം വിട്ട് അത് പാകിസ്ഥാന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമില്ല. അന്നേ നമ്മൾ സംശയിച്ചു ചൈനീസ് സ്പൈ സാറ്റലൈറ്റ്സ് ഇതെല്ലാം എടുത്ത് പാകിസ്ഥാന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരെ നമ്മളെ ഇപ്പം നമുക്ക് ഫെർട്ടിലൈസർ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിക്ക് വേണ്ട ഫെർട്ടിലൈസർ അവർ നിരോധിച്ചിരിക്കുക. ആ ഫെർട്ടിലൈസർ ഇവിടെ വരില്ല. അപ്പം നമ്മുടെ ഖരീഫ് ക്രോപ്പിനെ അഫക്റ്റ് ചെയ്യാനാണ്. നമ്മൾ സിന്ധു വാട്ടർ പാകിസ്ഥാന് കൊടുക്കുമല്ലേ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഫെർട്ടിലൈസർ തരില്ല, അങ്ങ് ചൈന ബാൻ ചെയ്തിരിക്കുകയാണ്. അതൊന്നും നമ്മുടെ ഇവിടുത്തെ മീഡിയയിലൊന്നും അധികമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്തെന്ന ഷീ ജിൻപിങ്ങിന് ഇന്ത്യ യാതൊരു വിധത്തിലും, പ്രത്യേകിച്ച് നമ്മുടെ മോഡിജിയുടെ ഗവൺമെൻറ് യാതൊരു വിധത്തിലും കോംപ്രമൈസിന് പോവില്ല. പക്ഷേ നമ്മളെല്ലാം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സംഗതി, ഇന്ത്യയും ചൈനയും തമ്മിൽ എയർ ട്രാഫിക് പുനരാരംഭിക്കാൻ വീണ്ടും ഷെഡ്യൂൾ ചെയ്യാനായിട്ട് എഗ്രി ചെയ്തു. അതെങ്ങനെ ശരിയാവും? ഇത്ര ഈ ശത്രുതയിൽ ഇരിക്കുമ്പോൾ നമ്മൾ നിങ്ങളെല്ലാം വേണമെങ്കിൽ ചൈനയെ പോയി വിസിറ്റ് ചെയ്തു. അവർ തുടങ്ങി. നമുക്കിപ്പം ഇത് തുടങ്ങാൻ നിവർത്തിയില്ല. മറ്റേ ഫേസ്ബുക്കിൽ അതിലെല്ലാം ഞാൻ തിരിച്ച് മറുപടി ഇട്ട് ശത്രുരാജ്യമാണ് അവിടെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചൈന വിസ നിന്ന് ഹോങ്കോങ്ങിൽ ഷിപ്പ് പോകണം, വരൂ എന്ന് വിളിക്കണേട്ട് അതൊന്നും ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇപ്പം തന്നെ അവർ തുടങ്ങി. അപ്പം അതെങ്ങനെ ശരിയാവും? അപ്പോൾ എനിക്ക് മനസ്സിലായി അതെന്തോന്നാണെന്ന്. അതായത് നമ്മളെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് നമ്മളെപ്പോഴും ചൈനയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, നോക്കി ഇന്നല്ലേ പറ്റുള്ളൂ.
ഈ ഡിസിഡൻറ്റ് മൂവ് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെയൊന്നുമില്ല, നല്ല വെൽ സ്റ്റഡീഡാണ് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ്, അല്ലെങ്കിൽ നമ്മൾ മൊസാദിൻ്റെ എന്നോ റഷ്യയുടെ എന്നോ മറ്റോ എടുത്തു കാണും. ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് നമുക്കൊരു ഇതുണ്ട്. അപ്പോൾ ഈ ഷീ ജിൻപിങ് എന്നെ അന്തം വിട്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ഇന്ത്യ പറഞ്ഞ് ശരി ഫ്ലൈറ്റൊക്കെ തുടങ്ങി, അപ്പോൾ ചൈനക്കാർ ഇന്ത്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ചുമ്മാ ചെയ്തതല്ല. നമുക്കറിയാം അവിടെ ഡിസിഡൻറ്റ് വളരെ സ്ട്രോങ് ആണെന്നും ഷീ ജിൻപിങ് ഉടനെ താഴെ പോകുന്നു, പുതിയ ഭരണം വരുമെന്നും, പുതിയ ഭരണവും ഇന്ത്യയായിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഷീ ജിൻപിങ് ആയിട്ടായിരുന്നു പ്രശ്നം. ഇപ്പോൾ പുതിയ ഭരണം ടോട്ടലി ഈ നമ്മൾ വിചാരിക്കാത്ത ഒരു ഡയമെൻഷനിലായിരിക്കും അവർ പെരുമാറുന്നത്. അത് മുന്നിൽ കണ്ടിട്ടാണ് ഇന്ത്യക്കാർ. ഇപ്പം നമ്മളെ ഇന്ത്യയിൽ പിന്നെ എലക്ഷൻ നടക്കുമ്പം നമ്മൾ വേറെ ഒന്നും വേണ്ട. നമ്മുടെ ഇന്ത്യയുടെ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഒരു 3-4 രാജ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇസ്രായേൽ, റഷ്യ, USA, പ്രത്യേകിച്ച് ഇത്, പിന്നെ സൗദി. ഈ 4 രാജ്യങ്ങളുടെ ഡിഗ്നിറ്റാറീസ് ഞാനന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു തീർച്ച ഉണ്ടായിരുന്നു മോഡിജി തിരിച്ചു വരുമെന്ന്. വേറെ ഒന്നും നമ്മുടെ ഗാലപ്പോളും മാത്രം ഇതൊന്നും അല്ല, മറ്റേ TV-യിലൊക്കെ ഇതുണ്ടല്ലോ, അതൊന്നുമല്ല. ഈ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇവരുടെ അംബാസിഡർ സ്റ്റേറ്റ്മെൻറ്റ്, ഇവരുടെ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇലക്ഷന് മുമ്പ് ഇന്ത്യയോട് അല്ലെങ്കിൽ വന്ന് കരാറുകൾ ഒപ്പിടുന്നു. അവർ ചുമ്മാ വന്നില്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ വരണമെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ അതേപോലെ നമ്മളും മറ്റുള്ള രാജ്യങ്ങളെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ചൈനയിൽ ഷീ ജിൻപിങ് പോകുമെന്നും അവിടെ വേറെ ഗവൺമെൻറ് വരുന്നു, ഇന്ത്യക്ക് ചൈനയായിട്ട് പ്രശ്നമൊന്നുമില്ലെന്നും, അങ്ങനെ ചൈന ആയിട്ട് ഇന്ത്യയായിട്ട് സ്നേഹം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടായിരിക്കും അത് ഓക്കെ ആക്കിയത് ഇന്ത്യ. അപ്പം അവിടെ ഡിസിഡൻറ്റ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും ഷീ ജിൻപിങ്ങിന് അത്ര നല്ല സമയമില്ല. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. പിന്നെ ഈ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നു. ഈ ബ്രദറിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ഞാനും അതിശയിച്ചു പോയി. ബില്യൺസ് ഓഫ് ഡോളേഴ്സിനുള്ള ബിസിനസ്സാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഇയാളുടെ പൈസ ആയിരിക്കും, ഷീ ജിൻപിങ്ങിൻ്റെ പൈസ ആയിരിക്കും. പിന്നെ മറ്റേ അവിടെ ഒരു ജാക്മിയ എന്നാട്ടോ പറഞ്ഞ ഒരു വലിയ കോടീശ്വരൻ ഉണ്ടായിരുന്നു. അങ്ങേരെ പൂട്ടിക്കളഞ്ഞു. അങ്ങേരെ എന്ത് തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞൂടാ. അങ്ങേരെ ഈവൻ US-ലും യൂറോപ്പിലൊക്കെ വലിയ ഒരു നമ്മുടെ ഇയാളെ പോലെ നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ അമേരിക്കക്കാരനുണ്ടല്ലോ, മസ്കിൻ്റെ ചൈനീസ് പതിപ്പാണ് ഈ ജാക്മിയ എന്ന് പറയുന്നത്. അയാളെ ഇപ്പോൾ കാണാനില്ല. അയാൾ ഇവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഇതുപോലുള്ളവരെയൊക്കെ ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൈനയിൽ. അത് ഈ ഷീ ജിൻപിങ് ആണ്. അയാൾ അമേരിക്കൻ ചാരനാണ് അല്ലെങ്കിൽ റഷ്യയുടെ ചാരനാണെന്നൊക്കെ ഭയങ്കര സംശയം. അപ്പം ഷീ ജിൻപിങ്ങിന് മോശം സമയമാണ്. ഷീ ജിൻപിങ് വന്ന് ഈ പൊതുവേദിയിൽ വന്നിട്ട് കുറേ നാളായി. കണ്ടറിയാൻ എന്താണ് ഷീ ജിൻപിങ് പറ്റിയത്. അതെ.